മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നു. തത്സമയം. അതാണ് പ്രശ്നം. നമ്മുടെ നാടിനെ ഇടതുപക്ഷത്തെ നേരിടാൻ കോൺഗ്രസ് വരുന്നുവെന്ന് കാണുമ്പോൾ അത് യഥാർത്ഥ BJP-യെ നേരിടലല്ല എന്ന് നാം കാണണം. ഇതാണ് കോൺഗ്രസിന്റെ ഏറ്റവും ദൗർഭാഗ്യകരമായ വശം. അവരൊരു പാഠവും അനുഭവത്തിൽ നിന്ന് പഠിക്കില്ല. ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ആ കൂട്ടുകെട്ടുകളിലൂടെ BJP-ക്കെതിരായ നിലയാണ് ഓരോ സ്ഥലത്തും ഉയർന്നു വരുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ആര് പ്രധാനമന്ത്രിയാകണമെന്ന കാര്യമൊക്കെ അപ്പോഴത്തെ അവസ്ഥ വെച്ച് ആലോചിക്കാറുള്ളത്. നേരത്തെയും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തവണയും അത് തന്നെയാണ് സംഭവിക്കുക. ഇതിൽ ഇടതുപക്ഷത്തിന് നിർണായകമായൊരു റോളുണ്ട്. ആ ഇടതുപക്ഷത്തെ നേരിടാൻ നമ്മുടെ രാജ്യത്ത് പ്രബലമായ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള കേരളത്തിൽ രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നൽകുന്ന സന്ദേശം ഇടതുപക്ഷമാണ് പ്രധാന ശത്രു എന്നതാണ്. ഇടതുപക്ഷം വർഗീയ ശക്തികൾക്ക് പ്രധാന ശത്രുവാണ്. ഇടതുപക്ഷം രാജ്യത്തിലെ കുത്തക മുതലാളിമാർക്ക് പ്രധാന ശത്രുവാണ്. ഇടതുപക്ഷം കോർപ്പറേറ്റുകൾക്ക് പ്രധാന ശത്രുവാണ്. കാരണം ഇവരെല്ലാം ആഗ്രഹിക്കുന്ന പോലെ വളഞ്ഞു കൊടുക്കാൻ തയ്യാറുള്ള ഒന്നല്ല ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തെ നേരിടാൻ, ഇടതുപക്ഷത്തോട് മത്സരിക്കാൻ ഇവിടെ രാഹുൽ ഗാന്ധി വന്നു എന്ന് പറയുന്നത് ആരുടെ താല്പര്യം എന്നത് അവർ തന്നെ വ്യക്തമാക്കേണ്ടതാണ്. ഈ മണ്ഡലത്തിൽ സംശയമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം നല്ല രീതിയിൽ പ്രവർത്തിച്ച് ജനങ്ങളുടെ അംഗീകാരം നേടിയ ശ്രീ ഇന്നസെന്റ് ആണ് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സ്ഥാനാർത്ഥിയായി വീണ്ടും ഇവിടെ മത്സരിക്കുന്നത്. ഇന്നസെന്റിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. ഒരു കള്ളവും കാപട്യവും ഇല്ലാത്ത മനുഷ്യൻ. ഒരു സ്ഥാനാർത്ഥിക്ക് എത്രമാത്രം നൈർമല്യം വേണമോ, എത്രമാത്രം പരിശുദ്ധി വേണമോ അതെല്ലാം ഒത്തിണങ്ങിയ മനുഷ്യൻ. വിശ്വാസ്യതയ്ക്ക് ഒരു തരത്തിലുള്ള കുറവുമില്ല. അപ്പൊ എല്ലാ രീതിയിലും ഈ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് സർവാത്മന പിന്താങ്ങാൻ കഴിയുന്ന സ്ഥാനാർത്ഥി തന്നെയാണ് ശ്രീ ഇന്നസെന്റ്. ഇന്നസെന്റിന്റെ ചിഹ്നം അരിവാചുറ്റിക നക്ഷത്രം. ആ അരിവാചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ ഇന്നസെന്റിനെ വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം. പ്രചരണ യോഗത്തിൽ സംസാരിക്കായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്നസെന്റ് അടക്കമുള്ള സ്ഥാനാർത്ഥികൾ പ്രചരണ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ക്ഷമിക്കണം, കോലഞ്ചേരിയിലായിരുന്നു പരിപാടി എന്നറിയുന്നു.